ഏകദേശം ഒരു ബോളി വാങ്ങിച്ചിട്ടുണ്ട്. തിരക്ക് കേട്ടോ, അവിടെ ഭയങ്കര ബ്ലോക്ക്. വെൽക്കം ബാക്ക് ഇൻ ഗൈസ്. രാവിലെ സമയം ഇപ്പം 5:35 അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ കാപ്പി കുടിക്കാൻ പോവുകയാണ്. കാപ്പി എന്ന് പറയുന്നത് ഇഡ്ഡലി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ കഴിക്കാം ഗൈസ്. അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ, ഇതുണ്ടോ. സൂപ്പറാട്ടോ. കേസ് അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് 7 to 2 വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്ന് അത്യാവശ്യം ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ട്. 7 ഓവറിന് 244 കണ്ടേന്, 4 ഓവറിന് 146 രൂപ. പിന്നെ നല്ല മഴയുണ്ട് രാവിലെ. അവിടെ മഴ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഇവിടെ മഴയുണ്ട്. ഇന്നലെ രാത്രി തൊട്ടേ മഴയുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. അങ്ങനെ ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓവർ അടിച്ച സമയം എന്ന് പറയുന്നത് 8 മണി കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ രാവിലെ മഴയുണ്ട്, അത്യാവശ്യം മഴയുണ്ട്. നമ്മളങ്ങോട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മഴ പെയ്തു. അപ്പോൾ ഫസ്റ്റ് ഓവർ അടിച്ച് ഇമ്പീരിയൽ കിച്ചനാണ്, ഡബിൾ ഓവറാണ്. ഫസ്റ്റ് ഇമ്പീരിയൽ കിച്ചണിൽ നിർത്തിയിട്ട് നേരെ സംസം ദോശ വണ്ടി പോകണം, അവിടെ നിന്ന് വിളിക്കണം കേട്ടോ. അപ്പോൾ ഇമ്പീരിയൽ കിച്ചണിലെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. അവർ നോട്ടിഫിക്കേഷൻ വന്ന് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 700 മീറ്റർ ഉള്ളൂ കേട്ടോ. രാവിലെ വെയിലും ഉണ്ട്, മഴയുണ്ട്. നമ്മളവിടെ ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ അതാണ് ഇമ്പീരിയൽ കിച്ചൻ കേട്ടോ. കഴിച്ച ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് വെജ് സ്റ്റൂവും റെഡിയെ പോകണം കേട്ടോ. കഴിച്ചപ്പോൾ രണ്ടാമത്തെ ഓർഡറുകളെ സംസം ദോശ ഉണ്ടാണ്. അപ്പോൾ അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ തന്നെ കുഴപ്പമില്ല കേട്ടോ. പെയ്താലും കുഴപ്പമില്ല, കോട്ടൊക്കെ ഇട്ടൊക്കെ തന്നെ. കോട്ട ഇട്ടിട്ട് പെയ്തില്ലെങ്കിലാണ് കുഴപ്പം കേട്ടോ. കൊടുക്കാത്ത ചൂടായിരിക്കും. അപ്പോൾ സ്ലോ സ്പീഡ് ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ബാഗിൻ്റെ സിപ്പിൻ്റെ മറ്റേ ഇതില്ലേ, ആ സമയം ഓടിച്ചെടുത്തിട്ട് അത് വെച്ച് ചെയ്തു. സ്ലോ സ്പീഡ് പിന്നെ ഇന്നലെ സെറ്റ് ചെയ്തതാണ്, പക്ഷെ അത് ക്ലിയർ ആയില്ല കേട്ടോ. അതായത് സ്ലോ സ്പീഡ് സെറ്റ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ മഴയത്ത് ഓഫായിപ്പോൾ കറക്റ്റ് രീതിയിൽ ഇത് കിട്ടൂല. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിച്ച ഫുഡ് റെഡി ആയിട്ടുണ്ട്. ദോശ മൂന്നപ്പം വിത്ത് എഗ് കറിയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറി അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഇപ്പോൾ എല്ലാം കൂടെ കൊള്ളില്ല കേട്ടോ. ചോറും ആഹാരം എല്ലാം കൂടെ ആയപ്പോഴേ അതിനകത്ത് കൊള്ളില്ല. ഗൈസ് അപ്പോൾ പന്നി വിളാകം ലൈന് പട്ടൂർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എവിടെയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് 3.8 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. ഫസ്റ്റ് ഓവർ അത്യാവശ്യം എമൗണ്ട് ഉണ്ടെന്ന് തോന്നണം കേട്ടോ. റെയിൻ സെർച്ച് 40 രൂപ അങ്ങോട്ടുണ്ട്. സംസത്തിൽ രാവിലെ മഴ സമയത്തൊക്കെ നല്ല ഓറുണ്ട് കേട്ടോ. കൂടുതലും മസാല ദോശ, അപ്പം, മുട്ടക്കറി ഇങ്ങനെ പോകണം.
അപ്പോൾ ഇന്നലെ കാർബറേറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്ക് പേടിക്കണ്ട, ധൈര്യമായിട്ട് ഓടാം, വേറെ വിഷയമൊന്നുമില്ല. ഈ പെട്രോൾ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കരട് വരുമ്പം എന്തായാലും മിസ്സിങ് വരുമല്ലോ. ആ സമയത്ത് മാത്രം കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി. ഈ പെട്രോൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഓട്ടുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ട് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം. കാർബറേറ്ററിനകത്ത് മൊത്തം കാറാണ് കേട്ടോ, കാപ്പിപ്പൊടി കളറ് കാറാണ് ഒരുമാതിരി. എന്താണ് സംഭവം എന്ന് അറിയില്ല, എഥനോളിൻ്റെ വല്ല പ്രശ്നമാണെന്ന് അറിഞ്ഞൂടാ. ആഹാ, ബസ് കയറിയിരിക്കണേണ്ട. ബസ് ലോക്കായിരിക്കണേണ്ട, ഇതിലൊന്നും നിയമമൊന്നുമില്ല. യോമാർ എന്തൊരു കാണിക്കണേ ഇവിടെ വയ്ക്കുന്നത്. നമ്മൾ സിഗ്നലുണ്ട്, നമുക്ക് പോകാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട്. പിന്നെ വേട്ടാവളിയന്മാരെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ബസ്സിൻ്റെ പിറകെ പിടിച്ചേനെ കേട്ടോ പുള്ളി, മണിപ്പാളിപ്പോയി. നമ്മളെ സിഗ്നലുണ്ട്, നമുക്ക് പോകാനുള്ള ഓപ്ഷനുണ്ട്, നമുക്ക് പോകാതെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബസ്സും ആ കാറുകാരനും കൂടെ. ഫസ്റ്റ് ഓവർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഓവർ കൊടുക്കാനുള്ള പേട്ടയാണ് കറക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് 1.3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്താണ്, അപ്പോൾ വലിയ കുഴപ്പമില്ല എമൗണ്ട് കേട്ടോ, വലിയ കുഴപ്പമില്ല. 1.3 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. പേട്ടയിലാണ് കൊടുക്കുന്നത്, പേട്ട. അപ്പോൾ 118 രൂപ 81 പൈസയാണ് കിട്ടിയത്. അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓവർ അടിച്ചിട്ടില്ല, അടുത്ത ഓവർ കിട്ടിയില്ല, ഉടനെ അടിക്കും കേട്ടോ. അടുത്ത ഓവർ എന്ന് പറഞ്ഞാൽ ഡബിളാണ് കേട്ടോ. ഒന്ന് സംസം പാളയവും പിന്നെ ഒന്ന് നമ്മളെ മദേഴ്സ് വെജ് പ്ലാസയാണ്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അയ്യോ പാടാണ്, പാടെന്ന് പറഞ്ഞാൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഓ രക്ഷപ്പെട്ടു. അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്, ഒറ്റ വിടക്കം വിടാം. അപ്പോൾ നമ്മളെ 4ാമത്തെ ഓവറങ്ങാണ്ടാണ് കേട്ടോ. നല്ല ചൂടുണ്ട്, മഴ സീസണാണ് പക്ഷേ എങ്കിലും ചൂടുണ്ട് കേട്ടോ. അയ്യോ, അപ്പോൾ ഇന്ന് അത്യാവശ്യം ഓവറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കുന്നത് എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഈ പാളയം കമ്പാനൂർ ആ ഭാഗത്ത് എനിക്ക് വല്ല മുട്ടട, പിന്നെ നാലാഞ്ചിറ, നെട്ടയം, ഏറൂക്കട ആ ഭാഗത്തോട്ടാണ് എനിക്കിഷ്ടം. പക്ഷെ അങ്ങോട്ട് ഓവർ അടിക്കില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഇവിടെയായിട്ട് കറക്റ്റൊക്കെ പോകും. ഫസ്റ്റ് ഓവർ എടുക്കാൻ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, സംസം പാളയമാണ് കേട്ടോ. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 0924 അത് നമ്മളെ കേരള പൊറോട്ട ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ സക്സസ്ഫുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് മദേഴ്സാണ് കേട്ടോ, മദേഴ്സ് വെജ് പ്ലാസ. ബാഗൊക്കെ പോയി കേട്ടോ, ബാഗ് വാങ്ങിക്കണം. 450 രൂപ അങ്ങോട്ടാണ് കേട്ടോ അതിൻ്റെ വില. 450-500 പഴയതുപോലെ ക്വാളിറ്റി ഒന്നും കാണൂല കേട്ടോ. ഇതൊക്കെ എത്ര വർഷമായെന്നറിയാമോ ഈ ബാഗ് വാങ്ങിച്ചിട്ട്. നമുക്ക് ഇവിടെ U-turn എടുത്താണ് വരാനുള്ള കേട്ടോ. ഓക്കെ മദേഴ്സ് വെജ് പ്ലാസ എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്ക് കേട്ടോ. നമുക്ക് വണ്ടി ഫ്രണ്ടിലോട്ട് വയ്ക്കാം, അവിടെയാണ് നമ്മളെ പാർക്കിങ്ങിൻ്റെ സ്പേസ് കേട്ടോ. ഒരു കാറുകാരൻ ബാക്കിൽ നിന്ന് പേപ്പേ ഹാണടിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് വണ്ടി കിടക്കുന്ന കണ്ണിൽ കുരുവാണെന്തോ. ഇപ്പോൾ ഇഷ്ടംപോലെ ഓർഡറുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ 0.68
കഴിച്ചപ്പോൾ ഇറ്റ് കൊടുത്തിട്ടുണ്ട്. ഇല്ല ഓക്കെ. ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, 2 ഓവർ കൊടുത്തിട്ടുണ്ട്. നേരെ സ്റ്റാച്ചു ആണ് കേട്ടോ, പാളയം സ്റ്റാച്ചു പാളയം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവിടുന്ന് 750 മീറ്ററേ ഉള്ളൂ. പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം. അടുത്ത മഴ വരെയുണ്ട് കേട്ടോ. അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്ക് കംപ്ലീറ്റ് പരിപാടിയും തീർക്കണം. ഓക്കെ, ഇങ്ങോട്ടാണ് കാണിക്കുന്നത്, ലെഫ്റ്റിലോട്ട്. ആഹാ, ഒരു മഴ വരണം കേട്ടോ. ചെയ്യുന്നുണ്ട്. ഓണം ആയി കഴിഞ്ഞാൽ മദേഴ്സിൽ നല്ല ഓറാണ് കേട്ടോ. സദ്യ ഇഷ്ടം പോലെ. പണ്ടും ഇതുമില്ല, ഞാൻ സ്വിഗ്ഗി കയറിയ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. ഓണം ആകുമ്പം ചാറാപറ ഓർഡറാണ്, മൊത്തം സദ്യ. ഒരു 100 ഓർഡർ വരണമെന്നുണ്ടെങ്കിൽ അതിലൊരു 98 നമ്മളെ സദ്യ തന്നെയായിരിക്കും. ബാക്കിയായിരിക്കും ബാക്കിയുള്ള സാധനം. ദോശയൊക്കെ അത്യാവശ്യം ഫേമസ് ഉള്ളൊരു സംഭവമാണ് അവിടെ. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഓവർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഓവർ കൊടുക്കാനുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രശാന്ത് നഗറാണ് കേട്ടോ. ഉള്ളൂരാണ്. ഉള്ളൂരല്ലേ? ഉള്ളൂര്. പ്രശാന്ത് നഗർ ഉള്ളൂരാണ് അടുത്ത ഓവർ കൊടുക്കാനുള്ളത്. നേരെ വെച്ച് പിടിക്കാം. ഓക്കെ, അപ്പൊ അവിടെ കറക്റ്റ് ഇവിടുന്ന് 6.7 കിലോമീറ്റർ ഉണ്ട്. ഒറ്റ വിടക്കം കേട്ടോ. അടുത്ത മഴ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളായിരുന്നു. ഫൈനൽ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹോസ്റ്റലാണ് കേട്ടോ. ₹78.26 കിട്ടിയത്. നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഓവർ അടിച്ചിട്ടില്ല. ഇങ്ങോട്ട് മഴയില്ല കേട്ടോ. അങ്ങോട്ട് നല്ല അടിപൊളി മഴ. ചെറിയൊരു വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് അടുത്ത ഓവർ അടിച്ചിട്ടുണ്ട്. മഞ്ചാട്ടി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞു പോകണം കേട്ടോ. ഭയങ്കര തിരക്ക് കേട്ടോ. അവിടെ ഭയങ്കര ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ മഞ്ചാട്ടി റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ പൈപ്പ് മൂടാണ്. ഭയങ്കര തിരക്ക് കേട്ടോ ഇവിടെ. ഭയങ്കര തിരക്ക് കേട്ടോ. ഏകദേശം നമ്മൾ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 250 മീറ്റർ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു ഓവർ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഓവറാണ് കേട്ടോ. ഫസ്റ്റത്തെ കിട്ടി, ഇനി ഒന്നും കൂടെ ഉണ്ട്. ഇത് മീൽസും കപ്പയും ഫിഷ് കറിയാണ് കേട്ടോ. ഫസ്റ്റ് ഓവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ റെഡി ആയില്ല കേട്ടോ, സമയം എടുക്കും. ഏകദേശം സംഭവം റെഡി ആയിട്ടില്ല. അപ്പോഴത്തേക്കും നമുക്ക് മറ്റേ മക്കാച്ചിയുടെ പായസക്കടയിൽ അവിടെ ചെന്ന് ഒരേ ഒരു ബോളി വാങ്ങിക്കാൻ. ഒരാവെന്ന് പറഞ്ഞു നോക്കാം. ഇതാണ് മക്കാച്ചിയുടെ പായസക്കട. ഇവിടെ മാത്രമല്ല, വേറെ 1-2 പിന്നെ ദേവസ്വം ബോർഡിൻ്റെ അവിടെ ഉണ്ട്. എത്രയാണ്? ഏകദേശം ഒരേ ഒരു ബോളി വാങ്ങിച്ചിട്ടുണ്ട്. 5 കണ്ടേന്ന് തോന്നണം കേട്ടോ. അപ്പോൾ 75 രൂപ ആയിട്ടുണ്ട്. 5 തോന്നണ്. ബോളി ഇല്ലാതെ നമുക്ക് തിരുവനന്തപുരക്കാർക്ക് എന്തൊരു സദ്യ. ഒരു സദ്യയില്ല. ഗൈസ്, അപ്പോൾ ആരെങ്കിലും വണ്ടി നിർത്തി തരുമെന്ന് നോക്കട്ടെ. ഞാൻ സ്ലീപ്പറിൽ കയറി. ഗൈസ്, ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് ചിക്കൻ ദം ബിരിയാണി, പിന്നെ ഫിഷ് പൊതിച്ചോറുമാണ് കേട്ടോ. അങ്ങനെ 2 ഓർഡർ എടുത്തിട്ടുണ്ട്. കൊടുക്കാനുള്ള ആൾത്തറ നഗറാണ് കേട്ടോ, വെള്ളയമ്പലം. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 1.4 കിലോമീറ്റർ ഉണ്ട്. അതാണ് മക്കാച്ചിയുടെ പായസ കട കേട്ടോ. അവിടെയാണ് വാങ്ങിച്ചത്. അപ്പോൾ 75 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ഓണ സീസൺ ആയതുകൊണ്ടാണ്. സീസൺ അല്ലെന്നുണ്ടെങ്കിൽ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്.
പക്ഷേ ഫസ്റ്റ് ഓർഡർ കൊടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ, ഇതിൻ്റെ മണ്ടയിലാണ്. 8315 അപ്പോൾ ഇവിടെയാണ്. അയ്യോ, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഓർഡർ കൊടുക്കാനുള്ളത് ലെൻസ് കാർട്ടാണ് കേട്ടോ, നമ്മുടെ കോട്ടകൽ സ്കൂളിൻ്റെ അവിടുത്തെ. നമുക്ക് ഇല്ലിക്കൽ ഗാർഡൻ വഴി കയറിപ്പോ. ഓക്കെ, അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ, ഭയങ്കര തിരക്ക്. അപ്പോൾ ഇതിലെ കൂടെ ഷോർട്ട് കട്ട് പിടിച്ച് കയറി. അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 1.1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ലെൻസ് കാർട്ട് ഉണ്ട് കേട്ടോ, ഇവിടെയാണ് കൊടുക്കാനുള്ള. കസ്റ്റമറെ ഒന്ന് വിളിച്ചു നോക്കുക. പുറത്തേക്ക് പോകണ്ടേ, ലെൻസ് കാർട്ടല്ലേ? ടോട്ടൽ നമ്മൾ കിട്ടിയത് 46 രൂപ 22 പൈസയാണ്. ഏകദേശം നേരെ വീട്ടിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് നമ്മളെ വർക്ക് കഴിഞ്ഞ സമയം എന്ന് പറയുന്നത് കറക്റ്റ് 2:15 ചേട്ടാ. ഇനി ബാഗ് എടുത്ത് സെറ്റ് ചെയ്യണം, ഫുഡ് കഴിക്കണം കേട്ടോ, മറന്നുപോയി ആ കാര്യം. ഫുഡിന്ന് ഇനിയിപ്പോൾ വീഡിയോ ഒന്നും എടുക്കില്ല, വേറെ ഒന്നുമല്ല, നമ്മൾ രാവിലെ കഴിച്ച സാധനം തന്നെ കേട്ടോ, ഇഡ്ഡലി ചമ്മന്തി. അതുകൊണ്ട് ഇനി വീഡിയോ ഒന്നും എടുക്കില്ല, പെട്ടെന്ന് അത് കഴിച്ചിട്ട് പോകണം. കേശം നമുക്കിന്ന് ടോട്ടൽ നമുക്കിന്ന് കിട്ടിയത് 705 രൂപ ടോട്ടൽ കിട്ടിയത്. അപ്പോൾ എത്ര 8 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 8 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവേണ്.